കാട് പിടിച്ചു കിടക്കുന്ന സ്വകാര്യ ഭൂമികൾ പൊതുജനങ്ങൾക്ക് ഭീഷണിയാകുന്ന സാഹചര്യത്തിൽ സുപ്രധാന നിർദ്ദേശവുമായി ഹൈക്കോടതി. ഭൂമിയുടെ ഉടമയെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കാട് വെട്ടിത്തെളിക്കാമെന്നും അതിനുള്ള ചെലവ് പിന്നീട് ഭൂ ഉടമയിൽ നിന്നും ഈടാക്കാമെന്നും കോടതി. പോട്ട വാഴക്കുന്നിൽ ഇതര സംസ്ഥാന തൊഴിലാളികളായ ദമ്പതികളെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോസ്റ്റ്മോർട്ടത്തിനു ശേഷമേ ഇരുവരുടെയും മരണകാരണം കണ്ടെത്താനാകൂ. ഇരുവരും തമ്മിൽ ഇടയ്ക്കിടെ വഴക്കുണ്ടാകാറുണ്ടെന്ന് പ്രദേശവാസികൾ. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ പ്രതിയാക്കി രജിസ്റ്റർ ചെയ്ത വ്യാജ ലഹരി കേസിന്റെ വിചാരണയിൽ നിർണായക നടപടി. കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായ അഡ്വക്കേറ്റ് KB സുനിൽകുമാറിനെ നിയമിച്ച് സർക്കാർ ഉത്തരവിറക്കി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. കാട് പിടിച്ചു കിടക്കുന്ന സ്വകാര്യ ഭൂമികൾ പൊതുജനങ്ങൾക്ക് ഭീഷണിയാകുന്ന സാഹചര്യത്തിൽ സുപ്രധാന നിർദ്ദേശവുമായി ഹൈക്കോടതി. ഭൂമിയുടെ ഉടമയെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കാട് വെട്ടിത്തെളിക്കാമെന്നും അതിനുള്ള ചെലവ് പിന്നീട് ഭൂ ഉടമയിൽ നിന്ന് ഈടാക്കാമെന്നും കോടതി വ്യക്തമാക്കി. ജനവാസ മേഖലകളിൽ പാമ്പ് ഉൾപ്പെടെയുള്ള ജീവികളുടെ ശല്യം വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ. ജനവാസ മേഖലകളിൽ വർഷങ്ങളായി പരിപാലനമില്ലാതെ കാട് പിടിച്ചു കിടക്കുന്ന സ്വകാര്യ ഭൂമികൾ നാട്ടുകാർക്ക് വലിയ തലവേദനയാണ്. ഇത്തരം സ്ഥലങ്ങളിൽ പാമ്പുകളും മറ്റു ജീവികളും പെരുകുന്നത് പൊതുജനങ്ങളുടെ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇടപെടാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. സ്വകാര്യ ഭൂമിയുടെ ഉടമയെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ പോലും പൊതുശല്യം ഒഴിവാക്കുന്നതിനായി ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്നാണ് കോടതിയുടെ നിരീക്ഷണം. പഞ്ചായത്ത് രാജ് ആക്ടിലെ 238, 239 വകുപ്പുകൾ പ്രകാരമുള്ള അധികാരങ്ങൾ ഉപയോഗിച്ച് കാട് വെട്ടിത്തെളിക്കാനും സുരക്ഷാ നടപടികൾ സ്വീകരിക്കാനും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കഴിയുമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഇതിനായി വരുന്ന ചെലവ് പിന്നീട് ഭൂ ഉടമയിൽ നിന്ന് ഈടാക്കാനും നിയമപരമായ തടസ്സമില്ലെന്നും കോടതി വ്യക്തമാക്കി. ഭൂമിയുടെ ഉടമസ്ഥാവകാശം കണക്കിലെടുക്കുന്നതിനേക്കാൾ പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്കാണ് മുൻഗണന നൽകേണ്ടതെന്നും കോടതി അഭിപ്രായപ്പെട്ടു. ജനവാസ മേഖലകളിൽ പാമ്പ് ശല്യം വർദ്ധിക്കുകയും ആളുകളുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉയരുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഹൈക്കോടതിയുടെ ഈ നിർണായക ഉത്തരവ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ ഉത്തരവാദിത്വത്തോടെയും കാര്യക്ഷമമായും ഇടപെടാൻ വഴിയൊരുക്കുന്നതാണ് കോടതിയുടെ നിരീക്ഷണമെന്ന് നിയമവിദഗ്ധർ വിലയിരുത്തുന്നു. പൊതുജന സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ സാഹചര്യങ്ങളിൽ സ്വകാര്യ ഭൂമികളിലും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇടപെടാമെന്ന ഹൈക്കോടതിയുടെ നിലപാട് ഭാവിയിൽ സമാന പരാതികളിൽ നിർണായക മാർഗനിർദ്ദേശമാകുമെന്നാണ് വിലയിരുത്തൽ. മീഡിയ ടൈം, കൊച്ചി. പെരിഞ്ഞനം കൊറ്റംകുളത്ത് വീട്ടിലെ അടുക്കളയിൽ കയറിയ 6 അടി നീളമുള്ള പുല്ലാനി മൂർഖനെ പിടികൂടി. വീട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ചാലക്കുടി ഫോറസ്റ്റ് റാപ്പിഡ് റെസ്പോൺസ് ടീം അംഗം സ്ഥലത്തെത്തി പാമ്പിനെ സുരക്ഷിതമായി പിടികൂടുകയായിരുന്നു. സമയോചിതമായ ഇടപെടലിലൂടെ വിഷപ്പാമ്പിനെ സുരക്ഷിതമായി പിടികൂടാനായതോടെ വലിയ അപകടമാണ് ഒഴിവായത്. പെരിഞ്ഞനം കൊറ്റംകുളത്ത് വീട്ടിലെ അടുക്കളയിൽ നിന്ന് 6 അടി നീളമുള്ള പുല്ലാനി മൂർഖനെ പിടികൂടി. കൊറ്റംകുളം പടിഞ്ഞാറ് അന്തിക്കാട്ട് വീട്ടിൽ അജിത്തിന്റെ വീട്ടിലെ അടുക്കളയിലാണ് വിഷപ്പാമ്പിനെ കണ്ടെത്തിയത്. അടുക്കളയ്ക്കുള്ളിൽ പാമ്പിനെ കണ്ടതോടെ വീട്ടുകാർ ഭയന്നുപോയി. തുടർന്ന് പ്രദേശവാസികളും വീട്ടുകാരും ചേർന്ന വിവരം അധികൃതരെ അറിയിച്ചു. വിവരമറിഞ്ഞെത്തിയ ചാലക്കുടി ഫോറസ്റ്റ് റാപ്പിഡ് റെസ്പോൺസ് ടീം അംഗവും കുളിമുട്ടം സ്വദേശിയുമായ അൻസാരി ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് പുല്ലാനി മൂർഖനെ സുരക്ഷിതമായി പിടികൂടിയത്. ജനവാസ മേഖലയിലെ വീടുകളിലേക്ക് പാമ്പുകൾ എത്തുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വീടുകളുടെയും പരിസരങ്ങളുടെയും ശുചിത്വം ഉറപ്പാക്കണമെന്നും കാടും കുറ്റിക്കാടും നീക്കം ചെയ്യണമെന്നും വിദഗ്ധർ നിർദ്ദേശിക്കുന്നു. പിടികൂടിയ മൂർഖനെ തുടർ നടപടികൾക്കായി വനപാലകരെ ഏൽപ്പിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. സമയോചിതമായ ഇടപെടലിലൂടെ വിഷപ്പാമ്പിനെ സുരക്ഷിതമായി പിടികൂടാനായതോടെ വലിയ അപകടമാണ് ഒഴിവായത്. മഴക്കാലം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ പാമ്പുകളുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടാൽ സ്വമേധയാ പിടികൂടാൻ ശ്രമിക്കാതെ വിദഗ്ധരുടെ സഹായം തേടണമെന്ന് അധികൃതർ ഓർമ്മിപ്പിക്കുന്നു. മീഡിയ ടൈം, കയ്പമംഗലം. പോട്ട വാഴക്കുന്നിൽ ഇതര സംസ്ഥാന തൊഴിലാളികളായ ദമ്പതികളെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോസ്റ്റ്മോർട്ടത്തിനു ശേഷമേ ഇരുവരുടെയും മരണകാരണം കണ്ടെത്താനാകൂ എന്ന് പോലീസ്. ഇരുവരും തമ്മിൽ ഇടയ്ക്കിടെ വഴക്കുണ്ടാകാറുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. ചാലക്കുടി പോട്ട വാഴക്കുന്നിൽ ഞെട്ടലുണ്ടാക്കി ഇതര സംസ്ഥാന തൊഴിലാളികളായ ദമ്പതികളുടെ മരണം. വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ 34-കാരനായ ഉമിത്തിനെയും ഭാര്യ രാധയെയുമാണ്
താമസിച്ചിരുന്ന ഔട്ട് ഹൗസിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വാഴക്കുന്ന് സ്വദേശി സിജോയുടെ വീട്ടിലെ ജോലിക്കാരായിരുന്നു ഇരുവരും. സിജോ നിലവിൽ സിംഗപ്പൂരിലാണ് ഉള്ളത്. 4 മാസം മുൻപാണ് ഉമിത്തും രാധയും ജോലിക്കായി ഇവിടെ എത്തിയത്. വീടിനോട് ചേർന്നുള്ള ഔട്ട് ഹൗസിലെ കിടക്കയിലാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഔട്ട് ഹൗസിന്റെ വാതിൽ അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. മൃതദേഹങ്ങൾക്ക് ഏകദേശം 2 ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ദമ്പതികൾ തമ്മിൽ ഇടയ്ക്കിടെ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ടായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു. രാധയുടെ കഴുത്തിൽ ഷാൾ ഉപയോഗിച്ച് മുറുക്കിയതിന്റെ ലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ രാധയെ കൊലപ്പെടുത്തിയ ശേഷം ഉമിത് ആത്മഹത്യ ചെയ്തതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. 2 ദിവസമായി ഇരുവരെയും പുറത്തു കാണാത്തതിനെ തുടർന്ന് നാട്ടുകാർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് ചാലക്കുടി സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി ഔട്ട് ഹൗസിന്റെ വാതിൽ പൊളിച്ച് അകത്ത് പ്രവേശിച്ചപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. ഇരുവരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷമേ മരണകാരണം സംബന്ധിച്ച് അന്തിമ നിഗമനത്തിൽ എത്താൻ കഴിയൂവെന്ന് പോലീസ് അറിയിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. ദേശീയപാത 544 ചിറങ്ങരയിലുണ്ടായ ഗുരുതര വാഹനാപകടത്തിൽ യുവാവ് മരിച്ചു. നിർത്തിയിട്ടിരുന്ന ലോറിയിലേക്ക് ഇലക്ട്രിക് കാർ ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത്. പാലക്കാട് സ്വദേശിയായ വിജീഷാണ് മരിച്ചത്. കാറിലുണ്ടായിരുന്ന മറ്റൊരാൾ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. ദേശീയപാത നിർമ്മാണ മേഖലയിലെ സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ചും സംഭവത്തിന് പിന്നാലെ ചോദ്യങ്ങൾ ഉയരുകയാണ്. ദേശീയപാത 544 ചിറങ്ങരയിൽ പുലർച്ചെയുണ്ടായ അപകടം ഒരു യുവാവിന്റെ ജീവനെടുത്തു. പാലക്കാട് ലക്കിടി പേരൂർ പൂതേരി വീട്ടിൽ 39 വയസ്സുള്ള വിജീഷാണ് മരിച്ചത്. ചൊവ്വാഴ്ച പുലർച്ചെ 1 മണിയോടെയായിരുന്നു അപകടം. അങ്കമാലി ഭാഗത്തു നിന്ന് ചാലക്കുടിയിലേക്ക് സഞ്ചരിക്കുകയായിരുന്ന ഇലക്ട്രിക് കാർ ചിറങ്ങരയിൽ പുതിയതായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന അടിപ്പാതയുടെ മുകളിലേക്കുള്ള കവാടത്തിന് സമീപം നിർത്തിയിട്ടിരുന്ന ലോറിയിൽ ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. കാറിലുണ്ടായിരുന്ന മലപ്പുറം സ്വദേശി അതുൽ പ്രസാദ് ഗുരുതരമായി പരിക്കേറ്റ് കറുകുറ്റിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇയാളെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. അടിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലായതിനാൽ നിലവിൽ വാഹനഗതാഗതം സർവീസ് റോഡിലൂടെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ചില സമയങ്ങളിൽ വാഹനങ്ങൾ അടിപ്പാതയ്ക്ക് മുകളിലൂടെയും കടത്തിവിടുന്നുണ്ട്. മേൽപ്പാതയിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കുന്നതിനായി പ്ലാസ്റ്റിക് വീപ്പകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പ്രദേശത്തെ പരിചയമില്ലാത്ത ദീർഘദൂര യാത്രികർക്ക് ഇത് വ്യക്തമായി ശ്രദ്ധയിൽപ്പെടാറില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഭാഗങ്ങളിൽ ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളും മുന്നറിയിപ്പ് ബോർഡുകളും പര്യാപ്തമല്ലെന്ന പരാതി നേരത്തെയും ഉയർന്നിരുന്നു. പ്രദേശത്തെ വെളിച്ചക്കുറവും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്ന ഘടകമാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ദേശീയപാത അതോറിറ്റിയും നിർമ്മാണ കമ്പനിയും കൂടുതൽ സുരക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. അപകടത്തെ തുടർന്ന് കൊരട്ടി പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിക്കുകയും കൂടുതൽ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. മീഡിയ ടൈം, ചാലക്കുടി. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ പ്രതിയാക്കി രജിസ്റ്റർ ചെയ്ത വ്യാജ ലഹരി കേസിന്റെ വിചാരണയിൽ നിർണായക നടപടി. കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി അഡ്വക്കേറ്റ് KB സുനിൽകുമാറെ നിയമിച്ച് സർക്കാർ ഉത്തരവിറക്കി. ഷീല സണ്ണിയെ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയതിന് പിന്നാലെ മറ്റു 2 പേർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ച കേസാണ് നിലവിൽ ഇരിങ്ങാലക്കുട അഡീഷണൽ ജില്ലാ കോടതിയുടെ പരിഗണനയിലുള്ളത്. സംസ്ഥാന ശ്രദ്ധ നേടിയ ചാലക്കുടിയിലെ വ്യാജ ലഹരി കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ച സർക്കാർ. തൃശൂർ ജില്ലാ മുൻ ഗവൺമെന്റ് പ്ലീഡറും പബ്ലിക് പ്രോസിക്യൂട്ടറുമായിരുന്ന അഡ്വക്കേറ്റ് KB സുനിൽകുമാറിനെയാണ് കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചത്. 2023 ഫെബ്രുവരി 27-നാണ് ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണി സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ ഇരിങ്ങാലക്കുട എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറും സംഘവും രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചത്. പരിശോധനയിൽ ലഹരി വസ്തു കണ്ടെത്തിയെന്നാരോപിച്ച് ചാലക്കുടി എക്സൈസ് ക്രൈം നമ്പർ 5/2023 കേസ് രജിസ്റ്റർ ചെയ്യുകയും ഷീല സണ്ണിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുകയും ചെയ്തു. തുടർന്ന് ഷീല സണ്ണിയുടെ ഭർത്താവ് എക്സൈസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം എക്സൈസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. ശാസ്ത്രീയ രാസപരിശോധനയിൽ പിടിച്ചെടുത്ത വസ്തുവിൽ ലഹരിയുടെ സാന്നിധ്യം കണ്ടെത്താനാകാതിരുന്നതോടെ ഷീല സണ്ണിയെ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി 2023 ഡിസംബർ 7-ന് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. തുടരന്വേഷണത്തിൽ എറണാകുളം ഏരൂർ സ്വദേശി നാരായണദാസും കാലടി സ്വദേശിനി ലിവിയ ജോസും ഉൾപ്പെട്ട ഗൂഢാലോചനയാണ് കേസിന് പിന്നിലെന്ന നിഗമനത്തിൽ എത്തിയ അന്വേഷണ സംഘം മയക്കുമരുന്ന് ഉപയോഗ നിരോധന നിയമവും ഇന്ത്യൻ ശിക്ഷാ നിയമവും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി ഇരുവർക്കുമെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. അന്നത്തെ ചാലക്കുടി DYSP VK രാജുവാണ് കേസിൽ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. നിലവിൽ കേസ് ഇരിങ്ങാലക്കുട അഡീഷണൽ ജില്ലാ കോടതിയുടെ പരിഗണനയിലാണ്. ഇതിനിടെയാണ് കേസിന്റെ പ്രാധാന്യവും പൊതുതാൽപര്യവും കണക്കിലെടുത്ത് അഡ്വക്കേറ്റ് KB സുനിൽകുമാറിനെ
സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ച് സർക്കാർ ഉത്തരവിറക്കിയത്. മീഡിയ ടൈം, ചാലക്കുടി. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. BJP കണക്കൻകടവ് 6ാം വാർഡിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പുസ്തക വിതരണം, അങ്കണവാടി കുട്ടികൾക്ക് ബാഗ് വിതരണം, SLC, +2 പരീക്ഷകൾ പാസ്സായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ആദരവ് എന്നിവ സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. 6ാം വാർഡ് കൗൺസിലർ ശ്രീദേവി അനിൽ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് ER ജിതേഷ്, MK രാജീവ്, ദിനേശ് എന്നിവർ സംസാരിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊടുങ്ങല്ലൂർ 24ാം വാർഡ് കമ്മിറ്റി ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സ്നേഹാദരവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. സെന്റ് മൈക്കിൾസ് കത്തീഡ്രൽ വികാരി ഫാദർ ഡൊമിനിക് പിൻഹീറോ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് പ്രസിഡന്റ് സേവ്യർ കൂളിയത്ത് അധ്യക്ഷത വഹിച്ചു. മേത്തല മണ്ഡലം പ്രസിഡന്റ് സേവ്യർ പങ്കത്ത്, വാർഡ് കൗൺസിലർ പ്രിൻസി മാർട്ടിൻ, ഷാജി വടക്കൻ എന്നിവർ സംസാരിച്ചു. ചാലക്കുടി സെന്റ് ജെയിംസ് മെഡിക്കൽ അക്കാദമിയിൽ നടക്കുന്ന ബിരുദദാന ചടങ്ങ് ജൂൺ 4 വ്യാഴാഴ്ച 3 മണിക്ക് നടക്കുമെന്ന് അധികൃതർ അറിയിച്ചു. സെന്റ് ജെയിംസ് കോളേജ് ഓഫ് നഴ്സിംഗ്, സെന്റ് ജെയിംസ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് എന്നീ സ്ഥാപനങ്ങളിലെ ബിരുദാനന്തര വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ വെച്ച് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യും. ഇരിങ്ങാലക്കുട രൂപത മെത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ഇരിങ്ങാലക്കുട രൂപത വികാർ ജനറൽ മോൺസിഞ്ഞോർ ജോസ് മാളിയേക്കൽ അധ്യക്ഷത വഹിക്കും. അസോസിയേറ്റ് ഡയറക്ടർ സോജോ കണ്ണമ്പുഴ, പ്രിൻസിപ്പൽ സിസ്റ്റർ ജിജി മോൾ മാത്യു, ഫാർമസ്യൂട്ടിക്കൽ സയൻസ് പ്രിൻസിപ്പൽ ഡോക്ടർ K കൃഷ്ണകുമാർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. കേരള പ്രവാസി സംഘം കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി മെമ്പർഷിപ്പ് വിതരണം നടത്തി. മതിലകം സുഭാഷ് ക്ലബ്ബ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ദീർഘകാലം പ്രവാസിയായിരുന്ന ശാന്തിപുരം സ്വദേശി റഫീഖ് കാട്ടകത്തിന് നൽകിക്കൊണ്ട് CPM കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി മുഷ്താഖ് അലി നിർവഹിച്ചു. കേരള പ്രവാസി സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം സുലൈഖ ജമാൽ, ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ, വനിതാ വേദി ജില്ലാ കമ്മിറ്റി അംഗം KK ഉമ, ഏരിയ പ്രസിഡന്റ് KC ഗിരീഷ്, ഏരിയ സെക്രട്ടറി മുഹമ്മദ് അബ്ദുൾ ഖാദർ, ഏരിയ ട്രഷറർ മുഹമ്മദ് റാഫി തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാട് പിടിച്ചു കിടക്കുന്ന സ്വകാര്യ ഭൂമികൾ പൊതുജനങ്ങൾക്ക് ഭീഷണിയാകുന്ന സാഹചര്യത്തിൽ സുപ്രധാന നിർദ്ദേശവുമായി ഹൈക്കോടതി. ഭൂമിയുടെ ഉടമയെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കാട് വെട്ടിത്തെളിക്കാമെന്നും അതിനുള്ള ചെലവ് പിന്നീട് ഭൂ ഉടമയിൽ നിന്നും ഈടാക്കാമെന്നും കോടതി. പോട്ട വാഴക്കുന്നിൽ ഇതര സംസ്ഥാന തൊഴിലാളികളായ ദമ്പതികളെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോസ്റ്റ്മോർട്ടത്തിനു ശേഷമേ ഇരുവരുടെയും മരണകാരണം കണ്ടെത്താനാകൂ. ഇരുവരും തമ്മിൽ ഇടയ്ക്കിടെ വഴക്കുണ്ടാകാറുണ്ടെന്ന് പ്രദേശവാസികൾ. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ പ്രതിയാക്കി രജിസ്റ്റർ ചെയ്ത വ്യാജ ലഹരി കേസിന്റെ വിചാരണയിൽ നിർണായക നടപടി. കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായ അഡ്വക്കേറ്റ് KB സുനിൽകുമാറിനെ നിയമിച്ച് സർക്കാർ ഉത്തരവിറക്കി. ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.